ആദ്യം വന്ന വാർത്ത ക്ഷേത്രം തന്ത്രിയും ക്ഷേത്രത്തിലെ ജീവനക്കാരനും ചേർന്ന് ഒരു യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ആവശ്യപ്പെട്ടു എന്നാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ആളുകൾ ഒരു പരിധിവരെ വിശ്വസിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഉള്ളിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്ന ആളെന്ന് പറയുന്നത് ക്ഷേത്രവുമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ, അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം, ക്ഷേത്രതന്ത്രിയും ക്ഷേത്ര ജീവനക്കാരനോട് ചേർന്നൊരു യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ വാർത്താ പ്രാധാന്യം ആളുകൾ വിശ്വസിക്കുകയും ചെയ്യും. സ്വാഭാവികമാണ്. പക്ഷേ ക്ഷേത്രം തന്ത്രിയുടെ മരുമകനാണ് ഇദ്ദേഹം എന്ന് വന്നാലോ, മകളുടെ ഭർത്താവ് അച്ഛനും മരുമോനും ചേർന്ന് ഒരു യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു കഥ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? മാത്രമല്ല ഇത്രയും ആളുകൾ ബഹുമാനിക്കുന്ന, വളരെ ബഹുമാനത്തോട് കാണുന്ന ഒരു കുടുംബമാണത്. അപ്പോൾ അത്രയും ബഹുമാനിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗങ്ങൾ രണ്ടുപേരും, ഒരു അമ്മായി അച്ഛൻ ഒരു മരുമകൻ ചേർന്ന് ഒരേ ആളെ പ്രാപിക്കാൻ ശ്രമിക്കുക. ഇതാണ് വന്നിരിക്കുന്ന പൂജയ്ക്ക് ക്ഷണിക്കുക. ബലന്തൂരിൽ നിന്ന് വന്നിരിക്കുന്ന FIR-ൽ അടങ്ങിയിരിക്കുന്ന ചുരുക്കം.